ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്തത് പോലെയായിരുന്നു ശരിക്കും വേണ്ടത്. അതെന്ത് റിസ്ക് ആയിരുന്നു അല്ലേ? ശരിക്കും നീ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് അത് ഇത്രയും നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഞാൻ പണ്ട എല്ലാ കാര്യത്തിനും അങ്ങനെ. കോളേജിൽ എൻ്റെ നിക്നെയിം തന്നെ സിൻസിയർ ഫെലോ എന്നായിരുന്നു. എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും. അതിപ്പോ ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയ അതിലും. ടോണി മീൻ ചെയ്ത് എനിക്ക് മനസ്സിലായി. ഭാഗ്യം. ഇൻഡയറക്റ്റ് ടോക്ക് ആയതുകൊണ്ട് കൺവേ ആവുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അല്ല, ടോണി പറയുന്നതൊക്കെ എനിക്ക് നല്ലപോലെ കൺവേ ആവുന്നുണ്ട്. എന്നാ പിന്നെ എന്തിനാ ഒരു അന്യനോട് പെരുമാറുന്ന പോലെ എന്നോട് പെരുമാറുന്നേ? അന്യരെന്ത് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കും. അവരുടെ മുമ്പിൽ ഞാൻ ചിരിച്ച് സമ്മതിച്ചു കൊടുക്കും. ബിക്കോസ് അതൊക്കെ എൻ്റെ പ്രൊഫഷണലിസത്തിന്റെ ഭാഗമാണ്. പക്ഷെ നീ എനിക്കൊരു അന്യനല്ലാത്തതുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തതിനെ ഇഷ്ടപ്പെട്ടില്ല എന്നും ഇഷ്ടപ്പെട്ടതിനെ ഇഷ്ടപ്പെട്ടു എന്നും നിന്നോട് ഓപ്പൺ ആയിട്ട് പറയുന്നത്. അപ്പോ അന്യരെന്ത് പറഞ്ഞാലും അനു അംഗീകരിക്കും. അപ്പോ നിന്റെ മുമ്പില് ഞാൻ അന്യനായിട്ട് വന്നിട്ട് എന്നെ ലവ് ചെയ്യാൻ പറഞ്ഞാല് അംഗീകരിക്കും? ഇല്ല. എന്താ? അതിന് നീ എനിക്കൊരു അന്യനല്ലല്ലോ ടോണി. ഇതിപ്പോ അന്യനിലെ അമ്പിയുടെ അതേ അവസ്ഥയാണ്. കഷ്ടം.